കൂത്തുപറമ്പിൽ 5 പേർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനാണ് റവാദ. കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും ആരോപണത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് CPM-ലെ ചിലരെങ്കിലും. ആദ്യ വെടി അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു. കണ്ണൂരിലെ ഏറ്റവും പ്രബലനായ ആ സമയത്തൊക്കെ തന്നെ കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്തൊക്കെ തന്നെ തലയെടുപ്പോടുകൂടി ജില്ലയിൽ നിന്ന നേതാവ് കൂടിയ P. ജയരാജന്റെ വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് നമ്മൾ ഇന്ന് കേട്ടത്. അതിലേക്ക് നിങ്ങൾ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെടുത്തി ഈ നിയമന പ്രശ്നം കൈകാര്യം ചെയ്തപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് വെടിവെപ്പിൽ രക്തസാക്ഷിയായിട്ടുള്ള സഖാവ് റോഷൻ ഞങ്ങൾക്കൊപ്പം പ്രതിഷേധ പ്രകടനം, ഈ ലാത്തി ചാർജിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നതിനിടയിൽ ആണ് സഖാവ് റോഷൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. കൂത്തുപറമ്പിലെ CPM പ്രവർത്തകൻ എന്ന നിലക്ക് ഇത് സംബന്ധിച്ച് പറയുമ്പോൾ ഈ 3 പേരുകളിൽ 2 പേരെ പറ്റിയും അന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് DGP-ആയി പരിഗണിക്കുമ്പോൾ ആ 3 പേരിൽ രമണ ചന്ദ്രശേഖരനെയാണ് മന്ത്രിസഭ തീരുമാനിച്ചതായിട്ട് മനസ്സിലാക്കുന്നത്.